കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ എപ്പോഴും നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ പറ്റുമോ? രോഗമുള്ളവർക്ക് സന്തോഷിക്കാൻ പറ്റുമോ? അവരെന്ത് പറയും? എന്തുവാ മുഖം എന്താ വാടിയിരിക്കുന്നത്? അപ്പോൾ പറയും എനിക്ക് ഇന്ന പ്രശ്നമാണ്. ജോലി പോയ ഒരാൾ സന്തോഷിക്കുമോ? സാമ്പത്തിക പ്രശ്നമുള്ളവർ ആരെങ്കിലും സന്തോഷിക്കുമോ? വീട്ടിൽ പ്രശ്നമുള്ളവർ ആരെങ്കിലും സന്തോഷിക്കും? നമ്മൾ അങ്ങനെയാ. ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും പ്രൈസ് ദി ലോർഡ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാര്യം എന്തുവാ? പ്രൈസ് അവരുടെ മുഖം കണ്ട് മുഖം വാടിയിരിക്കുക. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ്, ഇത് പറയുന്ന പൗലോസ് ജയിലിൽ കടന്ന് എഴുതുന്ന എന്തുവാ പറയുന്നത്? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഒരു കാര്യം പൗലോസിനും അറിയാം, കർത്താവിനും അറിയാം, നമുക്കും അറിയാം. എന്തുവാ? അങ്ങനെ അങ്ങ് സന്തോഷിക്കാൻ പറ്റത്തില്ല. പ്രതികൂലമുള്ളപ്പോൾ, ഞെരുക്കമുള്ളപ്പോൾ, പ്രയാസമുള്ളപ്പോൾ ഒരാളെ കൊണ്ട് സന്തോഷിക്കാൻ കഴിയത്തില്ല. പക്ഷെ കർത്താവിൽ സന്തോഷിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ സന്തോഷിക്കാൻ കഴിയും. അതിൽ പൈസ ഇല്ലെങ്കിലും ഒരു ആത്മീകന് ചിരിക്കാൻ കഴിയും, സന്തോഷിക്കാൻ കഴിയും. കാര്യം എന്തുവാ? നടത്തുന്നവൻ ഉയരത്തിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ശരീരത്തിന് രോഗമുള്ളവര് രോഗം വഹിച്ചുകൊണ്ടും സന്തോഷത്തോടെ നടക്കും. കാര്യം എന്തുവാ? അവര് പറയത്തില്ല പ്രൈസ് ദി ലോർഡ്, അവര് പിറുപിറുക്കത്തില്ല, അവര് ഭാരപ്പെട്ടിട്ട് അയ്യോ എനിക്ക് രോഗമായി എന്ന് പറയത്തില്ല. കാരണം ആത്മീയനറിയാം പ്രൈസ് ദി ലോർഡ്, ഈ ശരീരം പ്രൈസ് ദി ലോർഡ് ഈ ഭൂമിയിൽ മണ്ണായി പോയാലും എൻ്റെ ആത്മാവ് ഉയരത്തിൽ എടുക്കപ്പെടുവാനുള്ളതാ, എൻ്റെ ദൈവത്തോട് ചേർന്ന് വസിപ്പാനുള്ളതാ. കർത്താവിൽ സന്തോഷിക്കണം. പൗലോസ് അപ്പോസ്തലൻ സന്തോഷിപ്പനെന്നാണോ പറഞ്ഞത്? കർത്താവിൽ സന്തോഷിക്കണമെങ്കിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കണം. ഈ ഭാഗത്തിനകത്ത് വേഗത്തിൽ 2-3 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു നിർത്താം. ഒന്ന്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. കർത്താവിൽ സന്തോഷിക്കണമെന്ന് പറയുമ്പോൾ തന്നെ കർത്താവിൽ പൈസ ഉള്ളപ്പോൾ സന്തോഷിക്കണമെന്നാണോ? നല്ല ജോലിയുണ്ട്, നല്ല പൈസ ഉണ്ട്, നല്ല ആഹാരമുണ്ട്, ആൾക്കാർ പറയും അവർക്ക് സന്തോഷിക്കാം. കാരണം അവർക്ക് നല്ല പൈസയുണ്ട്, ജോലിയുണ്ട്, 3 നേരം ആഹാരമൊക്കെ ഉണ്ട്, അപ്പം പിന്നെ സന്തോഷിക്കാൻ കുഴപ്പമില്ലല്ലോ. ഈ പറയുന്ന പൗലോസ് ജയിലിൽ കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുക കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കുഞ്ഞുങ്ങളെ, ഞാനും ഇപ്പൊ ചങ്ങലയിൽ കിടക്കുക, കിടന്നുകൊണ്ട് പറയുക കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഹല്ലേലൂയ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നത്. എന്താണെന്നറിയാമോ? ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത് ഇറ്റ്സ് എ സേഫ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളൊരു കോട്ടയായത്. ശത്രുവിന് നമ്മളെ തൊടാൻ കഴിയാതെ വണ്ണം നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന കോട്ടയാ കർത്താവിൽ സന്തോഷിക്കുന്നത്. പിശാച് നോക്കുമ്പോൾ ഇവന് രോഗമിട്ടാലും ഇവന് സന്തോഷം, ഇവന് പൈസ ഇല്ലെങ്കിലും ഇവന് സന്തോഷം, ഇവന് പ്രശ്നമുണ്ടെങ്കിലും ഇവൻ സന്തോഷിക്കും. ഇവനിങ്ങനെ പ്രൈസ് ദി ലോർഡ് പുലപ്യം പറഞ്ഞ് പ്രാഗിക്കൊണ്ട് പ്രൈസ് ദി ലോർഡ് പിറുപിറുത്തുകൊണ്ട് നടക്കുകയല്ല. പകരം എന്തുവാ? എപ്പോ നോക്കിയാലും സന്തോഷിക്കുക, എപ്പോ നോക്കിയാലും ചിരിച്ചുകൊണ്ട് നടക്കുക. കാര്യം എന്തുവാ? പ്രത്യാശ ഇവിടെയല്ല, പ്രത്യാശ ഉയരത്തിലാണ്. ഇവിടെ നമുക്ക് പ്രത്യാശ വെച്ചിരിക്കുന്നത്, പ്രതീക്ഷ മുഴുവനും ഭൂമിയിൽ വെച്ചിരിക്കുന്നവർക്ക് സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഉയരത്തിൽ സന്തോഷം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് കർത്താവിൻ്റെ വരവിങ് അടുത്തിരിക്കുക. അതുകൊണ്ട് ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ക്ഷീണിച്ചൊന്നും പോണ്ട. വിളിച്ചവൻ വിശ്വസ്തനാ, വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 5-ാമത്തെ വാക്യം നോക്കിയേ. സ്തോത്രം കർത്താവ്. 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രൈസ് ദി ലോർഡ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഡു നോട്ട് ബി, ഇംഗ്ലീഷിൽ എന്തോ പറയുന്നത്? ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. ഒന്നിനെ കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്, വിചാരപ്പെടണ്ടേ. പ്രൈസ് ദി ലോർഡ്. വാടക കൊടുക്കണം, ചിന്തിക്കണ്ടേ? വേണം. വിചാരപ്പെടണോ? അയ്യോ കുടുംബമുണ്ട്, പിള്ളേർക്ക് ഫീസ് കെട്ടണം, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? വേണം. വിചാരപ്പെടണം. ആദ്യം പിടിച്ച് ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പൈസ കിട്ടുമോ? പൈസ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാ? ജോലി ഉണ്ടാവുമോ? ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം പിടിക്കുന്നത്. ഈ ആദ്യം പിടിക്കുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, പിശാചിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് ആദ്യം പിടിച്ചിട്ട് അലയുമാറാക്കുകയാണ്. പിശാചിൻ്റെ പദ്ധതിയാണ്. നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ ആദ്യം പിടിച്ച് അഴലുന്നില്ലേ, ഉഴഞ്ഞു നടക്കത്തില്ലേ? അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, അത് പിശാച് നിങ്ങളെ തള്ളിയിടുക. അപ്പൊ പിശാചിനോട് പറയണം, ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. I will not be anxious about anything. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടത്തില്ല, പകരം എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. സ്തോത്രം. ദൈവത്തോട് പറയും ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്.
ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറയുമ്പം പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ വിചാരപ്പെടേണ്ടെന്ന് പറഞ്ഞേ? അല്ല, പിന്നെന്തുവാ? ഓ, എൻ്റെ ഈ പ്രശ്നങ്ങളെക്കാളും വലിയൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചെറിയ പ്രശ്നത്തെക്കാളും, എൻ്റെ ഈ ചെറിയ രോഗത്തെക്കാളും, എൻ്റെ ഈ ചെറിയ ബലഹീനതയെക്കാളും, എൻ്റെ ഈ ചെറിയ ഞെരുക്കത്തെക്കാളും, എൻ്റെ ഈ ചെറിയ ഇല്ലായ്മയെക്കാളും വലിയൊരു ദൈവത്തോടാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ കർത്താവ് എന്നോട് കൂടെയുണ്ട്. അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരെല്ലാം വാക്കുമാറിയാലും ഞാൻ വാക്കുമാറത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയിരിക്കും. എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവ് നമ്മളോട് കൂടെ ഉള്ളപ്പോൾ പിന്നെ വിചാരപ്പെടണോ? വായിച്ചേ, അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തിലൂടെ ഒന്ന് വേഗത്തിൽ വന്നേ. 12-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ 6-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചു. ഹേരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹേരോദാവ് പത്രോസിനെ പിടിച്ച് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ ദിവസം ആരുറങ്ങുക? ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. പത്രോസിനെ ജയിലിൽ പിടിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായെന്നറിയാമോ? പറ, എത്ര ദിവസമായി? 7 ദിവസമായി. 6 ദിവസം കഴിഞ്ഞ് 7-ാമത്തെ ദിവസമാണ് പെസക എന്ന് പറയുമ്പോൾ 7 ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിടിച്ചുകൊണ്ട് വന്ന് ജയിലിൽ കൊണ്ടിട്ടിരിക്കുക. 1-ാമത്തെ ദിവസം മറുപടി വന്നില്ല, 2-ാമത്തെ ദിവസം മറുപടി വന്നില്ല, 3-ാമത്തെ ദിവസം മറുപടി വന്നില്ല, 4ഉം 5ഉം 6ഉം ദിവസങ്ങളായി മറുപടി വന്നില്ല. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു വിഷയത്തിന് വേണ്ടി ദൈവം നിങ്ങളെ പ്രാർത്ഥിപ്പാൻ ഫലമേൽപ്പിക്കുമ്പോൾ, ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഭാരം കർത്താവ് നിങ്ങളുടെ ഉള്ളിലാക്കി തന്നു കഴിഞ്ഞാൽ, അയ്യോ മറുപടി വന്നില്ലല്ലോ, അയ്യോ മേഘം വന്നില്ലല്ലോ, അയ്യോ മഴ പെയ്തില്ലല്ലോ, അയ്യോ അതിന്റെ വഴിയൊന്നും തെളിഞ്ഞു കണ്ടില്ലല്ലോ, അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞ് പ്രാർത്ഥന വിട്ട് പായും മടക്കി എഴുന്നേക്കാനായിട്ടല്ല, പകരം പറയണം, എന്റെ കർത്താവ് പ്രൈസ് ദി ലോർഡ് അവസാന നിമിഷമായാലും ദൈവത്തിന്റെ തക്ക സമയത്ത് തമ്പുരാന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ക്ഷീണിച്ച് പ്രാർത്ഥന നിർത്തി എഴുന്നേക്കാനാണോ? ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. പത്രോസിന് 2 വാതിൽ അടഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനു മുമ്പ് ഒരു ഭാഗം കൂടെ ഞാനൊന്ന് പറയട്ടെ. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. എന്റെ ചോദ്യം, യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നപ്പോൾ ദൈവം എന്താ മറുപടി പറയാത്തെ? ഇങ്ങനെ പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രസിദ്ധനായ ഒരു ദൈവശാസ്ത്രകാരനുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, പത്രോസിന് ജയിലിൽ നിന്ന് വിടുവിച്ച് ദൈവം പുറത്തു കൊണ്ടുവന്നു. ശുശ്രൂഷയിൽ പിന്നെയും കണ്ടിന്യൂ ചെയ്തു. യാക്കോബിന്റെ ശുശ്രൂഷ അവിടെ നിൽക്കുകയാണ്. യാക്കോബിന് പിന്നെ പീഡനത്തിലൂടെ കടത്തിവിടുന്നില്ല. കാരണം യാക്കോബ് പ്രാർത്ഥനക്കാരനാണ്. കഴിഞ്ഞ കുറെ കാലം കൊണ്ട് നന്നായി പ്രാർത്ഥിച്ച ഒരു മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇനി പീഡനത്തിലൂടെ കടത്തിവിടാതെ യാക്കോബിനെ അവിടെ നിന്ന് വിടുവിച്ച് അവനെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ചിലർ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവരവസാനം പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാ കർത്താവെ അവരെ എടുത്തേ? എന്താണെന്നറിയാമോ? അവരെയും ദൈവം വിടുവിച്ചതാ. ഈ ഭൂമിയിലുള്ള കഷ്ടതയിൽ ഇനി തുടരാതെ അവരെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് തമ്പുരാന്റെ സന്നിധി ചേർത്ത്, കുഞ്ഞെ നീ അവിടെ ഇനി മതി, നീ ഇങ്ങ് പോരെ. 2 രീതിയിലും വിടുതലാണ് നടന്നത്. പത്രോസിന്റെ മുമ്പിൽ 2 വാതിലുകൾ അടഞ്ഞിരിക്കുക. 1-ാമത്തെ വാതിൽ ഹേരോദ് അടച്ചിട്ടിരിക്കുന്ന വാതിൽ. പ്രൈസ് ദി ലോർഡ്. 14-16ഓളം പടയാളികളെ പ്രൈസ് ദി ലോർഡ് അകത്തും പുറത്തുമായി കാവലാക്കി നിർത്തിയിട്ട് നന്നായിട്ട് ബന്ധിച്ച് പത്രോസിനെ കാവൽ ചെയ്ത് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പത്രോസ് നോക്കി 1-ാമത്തെ ദിവസം പുറത്തിറങ്ങത്തില്ല. സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. പത്രോസ് ഇവിടെ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു അത്ഭുതവും നടന്നില്ല. അങ്ങനെ 6 ദിവസം കഴിഞ്ഞു. ഓരോ ദിവസവും ദൈവത്തിന്റെ മറുപടിയും വൈകിയ. 2-ാമത്തെ വാതിൽ ഏതെന്നറിയാമോ? കർത്താവ് ഇതുവരെയും ആ വാതിൽ തുറന്നിട്ടില്ല എന്നുള്ളത് തന്നെ. ഹേരോദാവ് വാതിൽ അടച്ചു വെച്ചിരിക്കുക, അതും തുറന്നില്ല. കർത്താവ് വാതിൽ തുറന്നൊരു അത്ഭുതവും ചെയ്തില്ല. നമ്മളാണെങ്കിൽ പ്രാർത്ഥന നിർത്തിയിട്ട് ഇനി അലപ്പും വിളിയും ബഹളവും ഒക്കെ ആയിട്ട് ആ രാത്രി പ്രൈസ് ദി ലോർഡ് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ എന്ന് പറഞ്ഞ കൊന്നുകളയാൻ ഭാവിക്കുന്നതിന്റെ തലേ ദിവസം പത്രോസ് ഇവിടെ കടന്ന് ഉറങ്ങുക. നിങ്ങൾക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള, നിങ്ങളെക്കുറിച്ച് ഏറ്റവും പ്രയാസമുള്ള ഒരു വിഷയം നിങ്ങളെ അലട്ടുമ്പോൾ, ഒരു ദൈവ പൈതൽ ശരിയായ ആത്മീയനാണെങ്കിൽ അവൻ നെഞ്ചത്ത് കൈവച്ചു പറയും,
എനിക്ക് ഒരു ഭാരമില്ല, ഞാൻ കടന്നുറങ്ങും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്തുവാ? എൻ്റെ ഉയരത്തിലെ അപ്പൻ എന്നോട് കൂടെയുണ്ട്. ഇസ്രായേലിന്റെ പരിപാലകൻ, അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ എൻ്റെ കാവലായി, എൻ്റെ കോട്ടയായി, എൻ്റെ സങ്കേതമായി, എൻ്റെ ബലമായി. പ്രൈസ് ദി ലോർഡ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഒരനർത്ഥവും എനിക്ക് ഭവിക്കയില്ല. കാരണം കർത്താവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഇത് പൗലോസ് എഴുതിയത് പിന്നത്തേതിലാ. എന്നാൽ 12-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസ് അത് അനുഭവിച്ചറിയുക. പത്രോസ് ഇങ്ങനെ പറഞ്ഞു കാണും, എന്തിനാ വെറുതെ വിചാരപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്തിനാ വിചാരപ്പെടുന്നത്? പകരം എന്ത് ചെയ്യാം? ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നന്നായിട്ട് കിടന്നുറങ്ങാം. നമ്മൾ ദൈവമക്കളെ വിശ്വാസത്തിൽ ജീവിതത്തിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ദൈവത്തിന് വിഷയം കൈമാറത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും. ദൈവസന്നിധിയിൽ പോയിരുന്ന് മുട്ടിന്മേൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. എന്നിട്ട് ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ആ വിഷയവും കൊണ്ട് ഇങ്ങി പോരും. പിന്നെ അതുമായി നമ്മൾ കടന്ന് മൽപ്പിടുത്തം നടത്തും. പ്രൈസ് ദി ലോർഡ്. അയ്യോ, ഇതിപ്പോ ഞാൻ എങ്ങനെ, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? നമ്മളെ ബുദ്ധിയിൽ പിന്നെ നമ്മളാലാവുന്നതൊക്കെ നമ്മൾ ചെയ്തു നോക്കിയിട്ട് നമ്മളതിന് പരിഹാരം വരുത്തുവാൻ ശ്രമിക്കുക. പൗലോസ് പറയുക, പ്രൈസ് ദി ലോർഡ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയോടും ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. വിചാരപ്പെട്ട് ആകുലപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 5:7 വായിച്ചേ. അവൻ നിങ്ങൾക്കായി കരുതുന്നനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. വിചാരപ്പെടുക എന്നുള്ളതിന്റെ ഗ്രീക്ക് വാക്ക് മെറിംനാവോ എന്നാണ്. അതിന്റെ അർത്ഥം, പ്രൈസ് ദി ലോർഡ്, വ്യത്യസ്ത ദിശകളിലേക്ക് മനസ്സിനെ ഇങ്ങനെ പിടിച്ച് വലിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ വിചാരപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സെന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിടത്ത് നിൽക്കത്തില്ല. നിനക്ക് മനസ്സിലായോ? വിചാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നവൻ, എനിക്കിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനിപ്പോൾ വിചാരപ്പെട്ട് ചിന്താകുലം, ചിന്തയും ആകുലവും രണ്ടും രണ്ടായിട്ട് കണ്ടോളണം. ചിന്തയും ആകുലവും. ചിന്തിക്കുന്നുണ്ട്. എന്തുവാ ചിന്തിക്കുന്നത്? അയ്യോ, എനിക്ക് എന്നെ വിഷയമുണ്ട്. ചിന്ത. ആകുലം എന്തുവാ? ഞാനിപ്പോൾ എന്ത് ചെയ്യും? ആദ്യം പിടിച്ചിട്ട് ആകുലപ്പെട്ടിട്ട്. കണ്ടോ? ഇത് ദൈവത്തിൽ നിന്ന് വന്നതല്ല. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യണമെന്നുള്ളത് ചെയ്യേണ്ട കാര്യം തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ, ഓ ഞാനിനി ഒന്നും ചെയ്യുന്നില്ല, ഞാൻ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കത്തില്ല, ഞാനിങ്ങനെ അങ്ങ് നടക്കുവാന്ന് പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ചെയ്യണ്ടായോ? ചെയ്യണം. പക്ഷേ ആകുലപ്പെടണോ? വേണ്ട. നമ്മൾ എന്തുവാ ചെയ്യുന്നത്? നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ ആകുലപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ചോദിക്കും, പ്രൈസ് ദി ലോർഡ്, എന്തിനാ ഇത്രയും കടന്ന് ആവലാതിപ്പെടുന്നത്? ഇത്രയും കടന്ന് ചിന്താകുലം എന്തിനാ ഉണ്ടാകുന്നത്? ആകുലപ്പെടുന്നത് എന്തിനാ? പ്രൈസ് ദി ലോർഡ്. പിന്നെ എനിക്ക് ആരെങ്കിലും കൊണ്ട് തരുമോ? ഞാൻ ഇതൊക്കെ ചെയ്യണ്ടേ? ആ ആദി കൊണ്ട് അങ്ങ് നടക്കുക. പ്രൈസ് ദി ലോർഡ്. സകല കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെ നമ്മൾ അങ്ങ് നടത്തുക. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആദി പിടിച്ചിട്ട് ആകുലപ്പെട്ട്, പ്രൈസ് ദി ലോർഡ്, പ്രതികൂലമായി ഭവിക്കാതെ വണ്ണം ദൈവത്തോട് പ്രാർത്ഥിക്കുക അത്രേ വേണ്ടത്. ദൈവത്തിന് കൈമാറിയിട്ട് കൊന്നുകളയാനായിട്ട് പത്രോസിനെ റെഡിയാക്കി നിർത്തിയിരിക്കുന്ന തലരാത്രിയിൽ, പ്രൈസ് ദി ലോർഡ്, പത്രോസ് ശാന്തമായി കിടന്നുറങ്ങുക. ഒരു കാര്യം പത്രോസിന് ഉറപ്പാണ്, എൻ്റെ കർത്താവ് അനുവദിക്കാത്ത, പ്രൈസ് ദി ലോർഡ്, എൻ്റെ കർത്താവ് അനുവദിക്കാതെ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ തലയിൽ ഒരു രോമം പോലും വീഴത്തില്ല. ഇതിനപ്പുറത്ത് എന്തെങ്കിലും ഗ്യാരണ്ടി വേണോ? പ്രൈസ് ദി ലോർഡ്. ഇതിനപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി വേണോ? എൻ്റെ കർത്താവ് യെസ് പറയാതെ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം പോലും അനക്കുവാൻ ആർക്കും കഴിയത്തില്ല. അത്ര ഉറപ്പ് തമ്പുരാൻ തന്നിരിക്കുക. നമ്മൾ പാടുമ്പോഴൊക്കെ പാടും, എന്തലയിലെ മുടികളുമെല്ലാം നിർണയം അവരെണ്ണി അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എൻ്റെ കർത്താവിനെ എല്ലാം അറിയാൻ. കർത്താവ് അറിയാതെ ഒന്നും നടക്കത്തില്ല. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഭയമാണ്. നമ്മൾ ആകുലപ്പെട്ട് ആദി പിടിച്ച്. സ്തോത്രം. നോക്കിയേ, അപ്പോസ്തലനായ പൗലോസ്. ഇനി നമ്മൾ എപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചിന്ത, പ്രൈസ് ദി ലോർഡ്, കർത്താവേ എന്തിനാണ് ഈ 7 ദിവസം വരെ വെയിറ്റ് ചെയ്തത്? കർത്താവിൻ്റെ തക്ക സമയം അങ്ങനെ.
പ്രൈസ് ദി ലോർഡ്. ചില വിഷയങ്ങൾക്ക് വൈകിയായിരിക്കും മറുപടി പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഗോഡ്സ് ഡിനയൽ, ഇറ്റ്സ് നോട്ട് ഗോഡ്സ് ആബ്സെൻസ്, ഇറ്റ്സ് ഗോഡ്സ് ടൈമിംഗ്. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിന്റെ സമയമാ. ഒരു ദൈവപൈതൽ തിരിച്ചറിയേണ്ടത് കർത്താവ് മറുപടി പറഞ്ഞില്ല, അതിന്റെ അർത്ഥം കർത്താവ് എന്നെ മറന്നു കളഞ്ഞു വന്നോ, ദൈവത്തെ ആയിരിക്കും ഇതിനകത്തില്ല എന്നുള്ളതോ അല്ല. പകരം എന്തുവാ? ദൈവത്തിന്റെ തക്ക സമയത്തിനായി ഞാൻ കാത്തിരിക്കണമെന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തില് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം 25 വർഷമാ കാത്തിരുന്നത്, യോസേഫ് 13 വർഷമാ കാത്തിരുന്നത്, ദാവീദ് 15-ലധികം വർഷങ്ങളാ കാത്തിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ലാസർ കല്ലറയിൽ 4-ലധികം ദിവസങ്ങളാ കാത്തിരുന്നത്. എന്തിനാണെന്നറിയാമോ? ദൈവ മഹത്വം വെളിപ്പെടാനായിട്ട്. നമ്മുടെ വിഷയത്തിൽ മറുപടി വൈകി വരുമ്പോ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. പകരം ദൈവത്തോട് പറയണം, കർത്താവേ, അവിടുത്തെ പ്രവർത്തിക്കാൻ ഞാൻ റെഡിയാ. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. നോക്കിയേ, ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് വായിച്ച്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കണം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ഇത് ശ്രദ്ധിച്ചോളണം. പത്രോസ് എവിടെ കിടക്കുക? ജയിലിൽ കിടക്കുക. നാളെ യാക്കോബിനെ ശിരച്ഛേദം ചെയ്തു, വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. അപ്പം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, പത്രോസിനെ ചിലപ്പം വാൾ കൊണ്ട് വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ ക്രൂശിക്കും, അല്ലെങ്കിൽ കല്ലോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എന്തായാലും പ്രൈസലോട് കൊന്നുകളയുമെന്നുള്ളത് ഉറപ്പാണ്. നാളെ കൊല്ലാനായിട്ട് റെഡിയാക്കിക്കൊണ്ട് ജയിലിനകത്തിട്ടിരിക്കുന്ന പുള്ളി കൂർക്കം വലിച്ചു കിടന്നുറങ്ങുവാണ്. അവിടെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ദൂതൻ അവിടെ ഇറങ്ങി വന്നു, വലിയൊരു വെളിച്ചം അതിനകത്തുണ്ടായി. ഇവിടെ ആരെങ്കിലും റൂമിനകത്ത് വന്ന് ഒന്ന് ലൈറ്റ് ഇട്ടാൽ, ഉറങ്ങി കിടക്കുന്ന സമയത്തെ ആരെങ്കിലും വന്നൊരു ലൈറ്റ് ഇട്ടാൽ മതി, പെട്ടെന്ന് ചാടി ഉണ്ടാന്ന് ചോദിക്കും. അതാണ് നമ്മളെ ഉറക്കം. പത്രോസ് ഇവിടെ കിടന്ന് ഉറങ്ങി, ദൂതൻ വന്നു, വലിയ വെളിച്ചമുണ്ടായി. എന്നിട്ടും പത്രോസ് അറിഞ്ഞില്ല. ദൂതൻ വന്ന് തട്ടി എഴുന്നേപ്പിച്ചേ. നല്ല ഉറക്കമാ. നല്ല ഉറക്കമൊക്കെ കർത്താവ് തരുന്നതാ. പ്രൈസ് ദി ലോർഡ്. നല്ല ഉറക്കത്തിൽ കിടക്കുക. എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. സമാധാനം. പത്രോസ് സമാധാനം വാങ്ങിച്ച്, അയ്യോ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പത്രോസ് അങ്ങോട്ട് വരും. സമാധാനം പിടിച്ചതല്ല, ദൈവ സമാധാനം പത്രോസിനെ പൊതിഞ്ഞതാ. ഹേരോദാവ് പ്രൈസ് ദി ലോർഡ്. ഈ സമാധാനം ഇവിടെ ക്രിസ്തുയേശുവിൽ കാക്കുമെന്നുള്ള അതിൻ്റെ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം എന്നറിയാമോ? ഈ മിലിറ്ററി പദമാണ്. എന്ന് പറഞ്ഞാൽ സൈനികർ ഉപയോഗിക്കുന്ന വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. പട്ടാളക്കാരിറങ്ങി കോട്ട കാവൽ ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ്. ഹേരോദാവ് പത്രോസ് പുറത്തിറങ്ങാതെ പ്രൈസ് ദി ലോർഡ് പടയാളികളെ കൊണ്ട് കാവൽ നിർത്തിയിരിക്കുമ്പോ ജയിലിനകത്ത് കിടക്കുന്ന പത്രോസിനെ സ്വർഗത്തിലെ ദൈവം ഇറക്കിയിട്ട് സമാധാനം കൊണ്ട് അങ്ങ് പൊതിഞ്ഞു നിർത്തിയിരിക്കുക. നമ്മളെ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് കർത്താവിൻ്റെ സമാധാനം നമ്മളെ പൊതിയാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളാണേലും മറ്റുള്ളവരും എടുക്കാം. പ്രൈസ് ദി ലോർഡ്. ലോക മനുഷ്യൻ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ വേഗത്തിൽ ജീവൻ അവസാനിപ്പിക്കും. കാര്യം എന്തുവാ? സമാധാനമില്ല. നമ്മൾ ചിന്തിക്കും, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ കൊണ്ട് നടക്കുന്ന കാര്യം എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ വിഷയങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നതൊന്നുമല്ല. ഉയരത്തിലെ സമാധാനം നമ്മളെ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ടാ. ദൈവ സമാധാനം. നിങ്ങൾ ചിന്തിച്ചേ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് വരാൻ കുറച്ചു ദിവസം വൈകിയെന്ന് അറിഞ്ഞപ്പോൾ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വലയും വള്ളവും എടുത്ത് കടലിലേക്ക് ഇറങ്ങിയ പത്രോസാണ് ഇപ്പൊ കിടന്നുറങ്ങുന്നത്. യേശു പടകിലിരുന്ന്, മോനെ പത്രോസ് നീ വാ, കടലിലൂടെ നടന്നു വാ എന്ന് പറഞ്ഞപ്പോ കടലിന്റെ മുകളിലൂടെ നടന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോ തിരമാലയെ കണ്ട് കാല് മുങ്ങുമാറായി അങ്ങനെ ക്ഷീണിച്ചു പോയ പത്രോസ ഇപ്പൊ ഒരു ടെൻഷനും ഇല്ലാതെ കിടന്നുറങ്ങുന്ന കാര്യം എന്തെന്നറിയാമോ? ഇത് പത്രോസിന്റെ കഴിവല്ല, ഇത് ഉയരത്തിലെ ദൈവം അവനെ സമാധാനത്താൽ പൊതിഞ്ഞതാ. പ്രാർത്ഥിച്ചോളണം, കർത്താവേ അവിടുത്തെ സമാധാനത്താൽ നീ എന്നെ പൊതിയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പേരുടെ പ്രശ്നമല്ല അവരുടെ പ്രശ്നം, സമാധാനക്കേടാ പ്രശ്നം. രോഗം ഉള്ളത് കൊണ്ടല്ല പ്രശ്നം. പലപ്പോഴും അവർ പറയും രോഗം സഹിക്കാൻ പാസ്റ്ററെ, പക്ഷേ ആ സമാധാനമില്ല, എനിക്ക് സമാധാനമില്ല. സ്തോത്രം. നാളെ കൊല്ലാൻ കൊണ്ട് വെച്ചിരിക്കുന്ന മനുഷ്യൻ രാത്രി കിടന്നുറങ്ങുന്ന കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹേരോദാ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഭയമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, പകരം ഒരു സമാധാനം, സ്വർഗത്തിന്റെ സമാധാനം അവനെ പൊതിഞ്ഞിരിക്കുക.
പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസിന്റെ ജീവിതം നമ്മളൊന്ന് പഠിച്ചാലേ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്തുവാ? കർത്താവേ, അവിടെ ഒരു വലിയ ഇരുമ്പ് വാതിലുണ്ട്, അത് അടച്ചു വെച്ചിരിക്കുക, അത് തുറന്നില്ല. അത് തുറക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ പത്രോസിന്റെ ചരിത്രം നോക്കുമ്പോൾ സ്തോത്രം, ഇരുമ്പ് വാതിൽ അവസാനമാ തുറന്നേ. ഇരുമ്പ് വാതിൽ തുറക്കുന്നതിന് മുമ്പ് സ്തോത്രം, ദൈവം ആ കാരാഗൃഹത്തിനകത്ത് പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. എന്തുവാ? ദൂതൻ അവിടെ ഇറങ്ങി പത്രോസിനെ എഴുന്നേൽപ്പിച്ചു. പത്രോസിന്റെ കയ്യിലെ ചങ്ങലകൾ അഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ പതിയെ പുറത്തോട്ട് കൊണ്ടുവന്നു. ഇരുമ്പ് വാതിൽ അവസാനമാ തുറന്നേ. ഇങ്ങനെ ഞാൻ പറയുക, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേലുള്ള പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ വെളിപ്പാട്, ദൈവത്തിന്റെ വിടുതൽ നിങ്ങൾ നേരിട്ട് കണ്ടില്ലെങ്കിലും അതിന്റെ അർത്ഥം ദൈവം പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ളതല്ല. തമ്പുരാന്റെ പ്രവൃത്തി നേരത്തെ ആരംഭിച്ചിരിക്കുക. അത് നിങ്ങൾക്ക് വെളിപ്പെട്ട് വരുവാൻ ഉള്ള സമയം അടുത്തു വന്നിരിക്കുക. പത്രോസ് നിന്റെ മുമ്പിലുള്ള ഇരുമ്പ് വാതിൽ തുറക്കുന്നത് അവസാനമാണ്. എന്നാൽ ദൈവപ്രവൃത്തി അതിനു മുന്നേ ആരംഭിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേലെ ദൈവത്തിന്റെ പ്രവൃത്തി നേരത്തെ ആരംഭിച്ചു. അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തിനാണെന്നറിയാമോ? ദൈവമഹത്വം ചില വിഷയങ്ങളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവിന്റെ തക്ക സമയത്ത് ദൈവം വെളിപ്പെട്ടിറങ്ങി വരും. അതെന്തിനാ? അത് തമ്പുരാന്റെ പൊന്നുനാമ മഹത്വപ്പെടാനായിട്ടാ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും ഇന്ന് പകൽക്കാലം നെഞ്ചത്ത് കൈവച്ചു പറയണം, ഞാൻ കർത്താവിൽ സന്തോഷിക്കും. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എൻ്റെ പ്രൈസിലോട് എനിക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പ്രൈസിലോട് എൻ്റെ ഭവനത്തിൽ എന്തൊക്കെ നടന്നാലും നടന്നില്ലെങ്കിലും, എൻ്റെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇന്ന് പകൽക്കാലം ഞാൻ ക്രിസ്തുവിൽ സന്തോഷിക്കും. പ്രൈസിലോട്. ഒന്നിനെ കുറിച്ച് ഞാൻ വിചാരപ്പെടത്തില്ല. ആകുലപ്പെട്ട് ചിന്തയും ആകുലതയും പ്രൈസ് ദി ലോർഡ് പലതിനെ ചൊല്ലി നീ വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനാ മനം കലങ്ങിയത്? അത് വിചാരപ്പെട്ടത് കൊണ്ടാ. എന്തിനാ വിചാരപ്പെട്ടത്? അയ്യോ, എനിക്ക് ആദി പിടിച്ചിട്ട് എനിക്കൊരു സമാധാനമില്ല. കുഞ്ഞെ, നീ സമാധാനപ്പെടേണ്ട ആവശ്യമില്ല. സകലത്തെ നിയന്ത്രിപ്പാൻ കഴിവുള്ളവനാ നമ്മളോട് കൂടെ ഉള്ളത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. സ്തോത്രം. വിളിച്ചവൻ വിശ്വസ്തനാ. നാളെ കുറിച്ച് ഓർത്ത് നീ എന്ത് ചെയ്യണ്ട? അപ്പൊ പാസ്റ്റർ, നാളത്തെ കാര്യമൊക്കെ എങ്ങനാ? അവിടെ നോക്കിക്കോളൂ. സ്തോത്രം. ഇതുവരെ നടത്തിയില്ലേ? ഇതുവരെ നമ്മളാണ് നടന്നത്? അല്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, നമ്മൾ എത്ര ആരാധിക്കുന്നവരാണേലും, നമ്മൾ എത്ര ആത്മീയരാണേലും, നമ്മുടെ ഏറ്റവും വലിയ പരാജയം ആകുലപ്പെടുന്നിടത്ത്. സ്തോത്രം. ആകുലപ്പെടുന്ന ഒരാള് പെട്ടെന്ന് അവിശ്വാസം ഉണ്ടാകും, പെട്ടെന്ന് ക്ഷീണിച്ചു പോകും, ഉള്ളിലങ്ങ് അവിശ്വാസം വരും, ഭയമുണ്ടാകും. പ്രാർത്ഥിച്ചാലും പ്രൈസിനോട് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത്, നിന്റെ വിടുതലിന് തടസ്സമാണ് നിന്റെ ചിന്താകുലം. പ്രൈസിനോട്. നീ എന്തിനാ മാർത്തയെ ആകുലപ്പെടുന്നത്? നീ എന്തിനാ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി വിരിക്കുന്നു? ഒരു വിഷയം വന്ന് അയ്യോ അതായി ഇതായി ആകുലപ്പെട്ടോട് നടക്കുക. കർത്താവ് പറയും, നീ ഒന്ന് സമാധാനത്തോടെ നീ ഒന്ന് വന്ന് നിന്റെ പാദപീഠത്തിൽ ഇരിക്കുക. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. നമ്മുടെ ചിന്താകുലം നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ, അവിടുത്തെ സമാധാനത്താൽ നീ എന്നെ പൊതിയണമേ. പത്രോസിനെ വാളിന്റെ മുമ്പിൽ, പത്രോസിനെ മരണത്തിന്റെ മുമ്പിൽ അവിടുത്തെ സമാധാനത്താൽ പൊതിഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ സമാധാനം യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, ലോകം തരുന്നത് പോലെയല്ല എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുക. അത് രോഗത്തിന്റെ നടുവിൽ ആ സമാധാനം നിനക്ക് മതി. നിന്റെ ഇല്ലായ്മയുടെ നടുവിൽ ആ സമാധാനം മതി. നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ ആ സമാധാനം മതി. അത് നമ്മളെ പൊതി സമാധാനമാ. അത് നമ്മളെ കാവൽ ചെയ്യുന്ന സമാധാനമാ. അത് വലിയ പട്ടാളക്കാരെക്കാളും ഒരു സൈനിക താവളത്തെക്കാളും അത് വലിയതാണ് എൻ്റെ കർത്താവിന്റെ സമാധാനം. ഇന്ന് പകൽക്കാലം പറ, ഒന്നിനെ കുറിച്ചും ഞാൻ വിചാരപ്പെടത്തില്ല. എൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, എൻ്റെ മുമ്പിൽ വിഷയങ്ങൾ ഒരുപാടുണ്ട്, എന്നെ ഭാരപ്പെടുത്തുന്ന, പ്രൈസിനോട് എന്നെ വേദനിപ്പിക്കുന്ന, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനോടെല്ലാം ചേർത്തുകൊണ്ട് ഞാൻ പറയുക, ഞാൻ വിചാരപ്പെടത്തില്ല, ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ദൈവത്തോട് ഞാൻ വിഷയങ്ങൾ കൈമാറും.